ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി കുറച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതെന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് കുറച്ച് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 കഷ്ണം കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുറച്ച് 6 എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് വെന്ത ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ചിരുന്ന ചോറിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ചോറൊക്കെ റെഡി ആവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ വയറുവേദനയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത്. കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകവും വളരെ നല്ലതാണ്. അപ്പം ഇതുപോലുള്ള ഫ്ലേവേഴ്സ് മാക്സിമം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിൽ ഇപ്പോഴേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവർ വളർന്നു വരുന്തോറും ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിലേക്കൊരു 3 കഷ്ണത്തോളം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കുഞ്ഞുങ്ങൾക്ക് ഈ വയറ് നോവുന്നതിനൊക്കെ ബീൻസൊക്കെ ആകുമ്പോൾ വയറൊക്കെ നോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. വയറുവേദന ഇല്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ടൊരു 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വിസിലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ലതുപോലെ വേവിച്ച് സ്മാഷ് ചെയ്യുന്ന രീതിയിൽ വേവിച്ചെടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്കാണ് സാധാരണ കൊടുക്കാറ് കേട്ടോ. മേജുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ട്. എത്ര കൊടുത്താലും ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി മേജുവിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യും കൂടി ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ഒന്നിലധികം ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 4 പീസ് ഏത്തക്കയും കൂടി വെച്ചിട്ടുണ്ട്. ഏത്തക്കയും വെയിറ്റ് കൂടാൻ വളരെ നല്ലതാണ്. ജസ്റ്റ് ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഈ ചോറിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളത് കഴിച്ചോളും. സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.